മൃതദേഹങ്ങളുമായി ആംബുലൻസുകൾ നാട്ടിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. ഇക്ബാൽ അറക്കൽ ചേരുന്നുണ്ട്. ഇക്ബാൽ, ആംബുലൻസുകൾ എവിടെ എത്തി? നാട്ടിൽ എപ്പോൾ എത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്? അനുഗമിക്കാൻ ആരൊക്കെയുണ്ട് കൂടെ? ദൃശ്യങ്ങൾ കാണുന്ന പോലെ തന്നെ ഈ ആംബുലൻസുകൾക്ക് നിലവിൽ കേരള അതിർത്തി വരെ തമിഴ്നാട് പോലീസ് അകമ്പടി ഒരുക്കും. പിന്നീട് കേരള അതിർത്തി മുതൽ കേരള പോലീസിൻ്റെ നേതൃത്വത്തിലായിരിക്കും മൃതദേഹങ്ങൾ മലപ്പുറത്തേക്ക് കൊണ്ടുപോവുകയും ചെയ്യുക. നിലവിൽ ലഭ്യമായിട്ടുള്ള വിവരങ്ങൾ പ്രകാരം പാലക്കാട് വഴി മുണ്ടൂർ ചെർപ്പളശ്ശേരി വഴിക്കായിരിക്കും മലപ്പുറത്തേക്ക് ഈ ആംബുലൻസുകൾ പ്രവേശിക്കുക എന്നുള്ളതാണ് നിലവിൽ ലഭ്യമായിട്ടുള്ള വിവരം. കൂടുതൽ തീരുമാനങ്ങൾ വരുന്നതിനനുസരിച്ച് ഈ വിഷയത്തിലൊരു ഉടൻ തന്നെ ഒരു അന്തിമ തീരുമാനം ഉണ്ടാകുമെന്ന് മനസ്സിലാകുന്നു. കേരള അതിർത്തി എത്തിയതിനു ശേഷം മാത്രമേ ഒരു വ്യക്തത വരികയുള്ളൂ എന്നും പറയപ്പെടുന്നു. ഏതായാലും നിലവിൽ ഈ ആംബുലൻസുകൾ പോകുന്നത് കൊഴിഞ്ഞാമ്പാറ മേഖലയിലേക്കാണ്. കൊഴിഞ്ഞാമ്പാറ മേഖല വഴിക്ക് പാലക്കാട്ടേക്ക് പ്രവേശിക്കും. പിന്നീട് അവിടെ നിന്നായിരിക്കും മലപ്പുറത്തേക്ക് പോവുക. നിലവിൽ തമിഴ്നാട് പോലീസിൻ്റെ അകമ്പടിയോടുകൂടിയാണ് പോകുന്നത്. ദൃശ്യങ്ങൾ കാണുന്നത് പോലെ തന്നെ മലപ്പുറത്ത് നിന്ന് ഇന്നലെ നിരവധി ആംബുലൻസുകൾ ഈ മൃതദേഹങ്ങൾ മലപ്പുറത്തേക്ക് കൊണ്ടുപോകാൻ വേണ്ടി എത്തിയിരുന്നു. സംസ്ഥാന സർക്കാർ അപ്പോഴേക്കും തന്നെ തമിഴ്നാട് സർക്കാരുമായി കാര്യങ്ങൾ ആലോചിച്ച ശേഷം പെട്ടെന്ന് തന്നെ ഈ തമിഴ്നാട് സർക്കാരിൻ്റെ നേതൃത്വത്തിലുള്ള ആംബുലൻസുകൾ കഴിയുകയും ചെയ്തിരുന്നു. ഏതായാലും നിലവിൽ ദൃശ്യങ്ങൾ കാണുന്ന പോലെ ഈ മൃതദേഹങ്ങൾ വഹിച്ചുകൊണ്ടുള്ള തമിഴ്നാട് സർക്കാരിൻ്റെ 108 ആംബുലൻസ്, അതിന് പിറകിലായി കേരള പോലീസിൻ്റെ വാഹനങ്ങൾ, മലപ്പുറത്ത് നിന്ന് എത്തിയിട്ടുള്ള തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ വാഹനങ്ങൾ, അതുപോലെ തന്നെ പാലക്കാട് ADMൻ്റെ നേതൃത്വത്തിലുള്ള സംഘത്തിൻ്റെ വാഹനം, അതിന് പിന്നിലായി മലപ്പുറത്ത് നിന്ന് എത്തിയിട്ടുള്ള ആംബുലൻസ് സംഘത്തിൻ്റെ വാഹനങ്ങൾ ഉൾപ്പെടെയുണ്ട്. ഏതായാലും 6 മണിയോടുകൂടിയാണ് ഈ ആംബുലൻസുകൾ പൊള്ളാച്ചിയിൽ നിന്നും പുറപ്പെട്ടിട്ടുള്ളത്. 2.5 മണിക്കൂറിനകം തന്നെ മൃതദേഹങ്ങളുമായുള്ള ഈ ആംബുലൻസുകൾ മലപ്പുറത്തേക്ക് എത്തും എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. രോഷ്നി.